അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്ത് സംബന്ധമായി ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സക്കാത്ത് നമുക്കറിയാം, ആ അറബി പദത്തിൻ്റെ അർത്ഥം ശുദ്ധീകരണം, നന്നാക്കൽ, വളർച്ച, പ്രശംസ എന്നിങ്ങനെയൊക്കെയാണ്. ഈ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന സക്കാത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഈ എല്ലാ അർത്ഥങ്ങളും അതിനോട് യോജിച്ചു വരുന്നവയുമാണ്. മതപരമായി സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുല്ലിമാ യഖ്റുജു അൻ മാലിൻ ഔ ബദനിൻ, ചില നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി ശരീരത്തെ തൊട്ടോ അല്ലെങ്കിൽ സമ്പത്തിനെ തൊട്ടോ നൽകപ്പെടുന്ന സമ്പത്തിൻ്റെ വിഹിതത്തെയാണ് സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സക്കാത്ത് നിർബന്ധമാണ് എന്നതിന് ഒന്നിലധികം ആയത്തുകൾ തെളിവായി നമുക്ക് ഉദ്ധരിക്കാവുന്നതാണ്. ആതു സക്കാത്ത എന്ന് സൂറത്തുൽ ബഖറയിൽ 43-ാമത് സൂക്തത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ സക്കാത്ത് നൽകണം. അതൊരു കൽപ്പനാ പ്രയോഗമാണ്. മതപരമായ ശാസനകളിൽ കൽപ്പനാ പ്രയോഗം വന്നാൽ അത് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് കർമ്മശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുത്വഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം എന്ന സൂറത്തു തൗബയിലെ 103-ാമത് സൂക്തത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ധനികരിൽ നിന്നും സക്കാത്ത് പിടിച്ചെടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച് അർഹരായ ആളുകൾക്ക് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അതും ഖുദ് എന്നുള്ളത് ഒരു നിർബന്ധമായ കൽപ്പനയാണ്. ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ ഭാഷാർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു. മതപരമായി അതൊരു ശുദ്ധീകരണം തന്നെയാണ്. ഈ സൂക്തത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുത്വഹിറുഹും വതുസക്കീഹിം എന്നാണ്. അവരിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കുക, അത് അവരെ ശുദ്ധീകരിക്കും, അവരെ സംസ്കരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശരീരത്തിനും സംസ്കരണമാണ്, ശുദ്ധീകരണമാണ്, സമ്പത്തിൻ്റെയും ശുദ്ധീകരണമാണ്. സക്കാത്ത് ഇസ്ലാമിൽ അതൊരു കേവല ചാരിറ്റി പ്രവർത്തനം മാത്രമല്ല. നിസ്കാരം പോലെ, റമളാനിലെ നോമ്പ് പോലെ, ഹജ്ജ് ഉംറ കർമ്മങ്ങൾ പോലെയൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ, കർമ്മങ്ങളിൽ, പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി എണ്ണപ്പെടുന്നതാണ് സക്കാത്ത്. അതൊരു ആരാധനാകർമ്മമാണ്. നിസ്കാരം പോലെ തന്നെ അതിന് ചില നിശ്ചിത നിബന്ധനകൾ, ഷർത്തുകൾ, ഫർളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേവലം പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒരു ദാനമായി, ഒരു ചാരിറ്റി പ്രവർത്തനമായി മാത്രം അതിനെ കാണാൻ സാധിക്കില്ല. ഹിജ്റയുടെ 2-ാം വർഷമാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് എന്നു കാണാം.
ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് ഫിത്ർ സക്കാത്താണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും ഫിത്ർ സക്കാത്ത് സംബന്ധമായാണ്. ഇത് റമളാനുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ സമ്പത്തിൻ്റെ സക്കാത്തിന് റമളാനുമായി ബന്ധമൊന്നുമില്ല. സമ്പത്തിൻ്റെ സക്കാത്ത് ഒരുപക്ഷെ വർഷത്തിലെ എല്ലാ മാസത്തിലും കൊടുക്കാനുണ്ടാകും ഒരാൾക്ക്. ചിലപ്പോൾ എല്ലാ ദിവസവും സക്കാത്ത് നിർബന്ധമാകുന്ന അവസ്ഥ വരും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു മാസത്തിൽ സക്കാത്തിന് നിശ്ചയിക്കപ്പെട്ട നിസാബ് എത്തുന്ന രൂപത്തിലുള്ള ശമ്പളം ഉണ്ടാവുകയും ആ ശമ്പളം അയാൾ ക്യാഷായി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. അങ്ങനെ ഒരു വർഷം ഓരോ മാസവും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ ശമ്പളമായി സ്വീകരിക്കുന്ന തുക ഓരോന്നിനും ഒരു വർഷമെത്തുന്നു. അതൊക്കെ സക്കാത്തിൻ്റെ നിസാബെത്തുന്ന തുകയാണെങ്കിൽ അയാൾ 12 മാസവും ആ ഓരോ മാസത്തേതിന് സക്കാത്ത് കൊടുക്കണം. വലിയ വലിയ ബിസിനസ്സുകാർക്കൊരു പക്ഷേ 300-400 ഒക്കെ കച്ചവടങ്ങൾ ഉണ്ടാകും, ഷോപ്പുകൾ ഉണ്ടാകും, സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, അല്ലെങ്കിൽ ജ്വല്ലറി പോലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ളവർ, ഒരാൾക്ക് 365 സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അയാൾ കൊല്ലത്തിലെ അത് വ്യത്യസ്ത ദിവസങ്ങളിൽ തുടങ്ങിയതാണെങ്കിൽ ആ ഓരോ തുടങ്ങിയ ദിവസവും എത്തുമ്പോൾ അതിനൊരു വർഷം പൂർത്തിയാകും. അങ്ങനെ കൊല്ലത്തിലെ എല്ലാ ദിവസവും അയാൾ കച്ചവടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ എല്ലാ ദിവസവും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാകും, നിസാബത്തിൻ്റെ എത്തുന്ന മുറക്ക്. അപ്പോൾ സമ്പത്തിൻ്റെ സക്കാത്തിന് റമളാൻ എന്ന ഒരു പ്രത്യേകതയൊന്നുമില്ല എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. എന്നാൽ ഫിത്ർ സക്കാത്ത് അത് റമളാനുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ശരീരത്തിൻ്റെ കടമയായിട്ടാണ്, ശരീരത്തിൻ്റെ ബാധ്യതയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. സമ്പന്നർക്ക് അവരുടെ സമ്പത്തിൽ സക്കാത്ത് മാത്രമല്ല, വേറെയും കുറേ നിർബന്ധമായ ബാധ്യതകൾ ഉണ്ടാകാം. അതൊക്കെ സമൂഹത്തിലെ അയാളുമായി ബന്ധപ്പെടുന്ന മറ്റു ആളുകളുടെ അവസ്ഥയും അയാളുടെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെ അനുസരിച്ച് പല രൂപത്തിൽ നിർബന്ധമായ ബാധ്യതകൾ ഉണ്ടാകും. അതിലൊന്നു മാത്രമാണ് സക്കാത്ത്. എന്നാൽ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധമായ റമളാൻ അവസാനിക്കുന്നതോടുകൂടി നിർബന്ധമാകുന്ന സക്കാത്തിൻ്റെ ഒരു ചെറിയ വിഹിതമാണ്, ഒരു ചെറിയ ഇനമാണ്. സക്കാത്തിന് മൊത്തത്തിൽ ഇസ്ലാമിൽ വലിയ സ്ഥാനമാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് ഈ 5 സ്തംഭങ്ങൾ, 5 തൂണുകൾ നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണായിട്ടാണ് സക്കാത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ 30-ലധികം തവണ പ്രതിപാദിച്ചതായി കാണാൻ സാധിക്കും. സൂറത്തുൽ മുഅ്മിനൂൻ തുടങ്ങുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് തുടങ്ങി പിന്നീട് സക്കാത്തിനെ പറയുന്നു വല്ലദീന ഹും ലിസ്സക്കാത്തി ഫാഇലൂൻ. വിജയികളായ വിശ്വാസികൾ ഫിർദൗസ് എന്ന ഉന്നതമായ സ്വർഗം പ്രതിഫലമായി ലഭിക്കപ്പെടുന്ന, അനന്തരാവകാശമായി ലഭിക്കുന്ന വിഭാഗമായ മുഅ്മിനീങ്ങൾ, അവരുടെ വിശേഷണം അവർ നിസ്കാരത്തിൽ ഭക്തി നിലനിർത്തുന്നവരും സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരുമാണ് എന്നതാണ്. 2 സക്കാത്തും അതിൽ ഉൾപ്പെടും. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സക്കാത്ത് നൽകണം എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. വറഹ്മതി വസിഅത് കുല്ല ഷൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയഉതൂന അസ്സകാ.
സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, എൻ്റെ കാരുണ്യം പ്രവിശാലമാണ്, അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് മാറി നിൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്കാണ് ലഭിക്കുക എൻ്റെ കാരുണ്യം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ സക്കാത്ത് കൊടുക്കുക എന്ന വിശേഷണം ഉണ്ടായിരിക്കണം വിശ്വാസിക്ക് എന്ന് പറയുന്നുണ്ട്. വലയൻസുറന്നല്ലാഹ മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ് അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാത്ത വആത്തുസ്സക്കാ. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ നിശ്ചയം അവൻ സഹായിക്കുക തന്നെ ചെയ്യും. അവൻ ശക്തനും പ്രതാപിയുമാണ്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ എന്നാൽ അവർക്ക് നാം ഭൂമിയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇസ്ലാം അതിലെ ഓരോ അംഗങ്ങളെയും പരസ്പര സഹോദരന്മാരായി കാണുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളെല്ലാം വിശ്വാസികളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ്. ഈ സാഹോദര്യം നിലനിൽക്കാനും സക്കാത്ത് കൊടുക്കുക എന്ന സ്വഭാവമുണ്ടായിരിക്കണം എന്ന് ഖുർആൻ പറയുന്നു. സൂറത്തു തൗബയിൽ 11ാമത് സൂക്തം ഇങ്ങനെയാണ്, ഫഇൻ താബൂ വഅഖാമുസ്സലാത്ത വആത്തുസ്സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ. അവരും പശ്ചാത്താപം ചെയ്തുകൊണ്ട് നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് വന്നാൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ ദീനിൽ, അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ധാരാളം സൂക്തങ്ങളിലൂടെ സക്കാത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫിത്ർ സക്കാത്താണ്, ശരീരത്തിൻ്റെ സക്കാത്താണ്. ഇത് നോമ്പിൽ വരുന്ന അപാകതകൾ പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നഹാ തുഹ്റത്തുൽ ലിസ്വാഇമി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് നോമ്പുകാരന് അവൻ്റെ നോമ്പിനെ ശുദ്ധീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. നോമ്പു സമയത്ത് നോമ്പുകാരനിൽ നിന്നുണ്ടാകുന്ന അനാവശ്യ സംസാരങ്ങളും അതുപോലെ ഹറാമായ ചില കാര്യങ്ങളൊക്കെ നോമ്പിൻ്റെ പകൽ സമയത്ത് അവനിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവയെ പരിഹരിക്കാൻ ഫിത്ർ സക്കാത്ത് കൊണ്ട് സാധ്യമാകും എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നഹാ തുഹ്റത്തുൽ ലിസ്വാഇമി, അത് നോമ്പുകാരന് ശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിനർ റഫസി വല്ലഗ്വി, അരുതാത്ത സംസാരങ്ങളിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്നൊക്കെ അവനെ ശുദ്ധീകരിക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നോമ്പ് പൂർത്തീകരിക്കാൻ അവന് സാധിച്ചതിൻ്റെ പേരിൽ, അള്ളാഹു അതിന് കഴിവ് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനുള്ള ശുക്ർ കൂടിയാണ് ഫിത്ർ സക്കാത്ത് എന്നത്. അതോടൊപ്പം നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിന് വകയില്ലാതെ നിൽക്കുന്ന സമൂഹത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് പെരുന്നാളിനൊരു സന്തോഷം കൂടിയാണ് ഫിത്ർ സക്കാത്ത് കൊണ്ട് നേടിക്കൊടുക്കാൻ സാധിക്കുന്നത്. ഉദ്ദൃത ഹദീസിൻ്റെ ബാക്കി ഭാഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വതുഅമത്തുൽ ലിൽ മസാക്കീൻ, ഇന്നഹാ തുഹ്റത്തുൽ ലിസ്സായിമി വതുഅമത്തുൽ ലിൽ മസാക്കീൻ, അത് സാധുക്കൾക്ക് ഭക്ഷണത്തിനുള്ള വക കൂടിയാണ് എന്ന് ഫിത്ർ സക്കാത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിസ്കാരത്തിൽ സഹുവിൻ്റെ സുജൂദ് പോലെയാണ്
റമദാനിൽ നോമ്പിന് ഫിത്ർ സക്കാത്ത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അത് നോമ്പിൻ്റെ ന്യൂനതകളെ പരിഹരിക്കുകയും അതിലുള്ള പോരായ്മകളെ നികത്തുകയും ചെയ്യും എന്ന് അത് സൂചിപ്പിക്കുന്നു. ഇന്നഹാ തുഹറത്തുൽ ലിസ്സായിമി എന്ന ഹദീസിൻ്റെ താൽപ്പര്യവും അതുതന്നെയാണ്. ഇനി ഫിത്ർ സക്കാത്ത് നൽകേണ്ട സമയം എപ്പോഴാണ് എന്നത് കൃത്യമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. തജിബു ബി അവലി ലൈലത്തിൽ ഈദി ബി ഇദ്റാക്കി ഹാദൽ ജുസ്ഇ മഅ ഇദ്റാക്കി ആഖിരി ജുസ്ഇൻ മിൻ റമളാന. റമളാനിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷവും ശവ്വാലിൻ്റെ ആദ്യ നിമിഷവും സംഗമിക്കുമ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം. അങ്ങനെ പറയുമ്പോൾ റമളാനിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷവും ശവ്വാലിൻ്റെ ആദ്യ നിമിഷവും സംഗമിക്കുമ്പോഴാണ് നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞാൽ ഫലാ തജിബു അലാ മമ്മാത ഖബ്ലൽ ഖുറൂബി. ഒരാൾ നോമ്പിൻ്റെ അവസാനത്തെ ദിവസം മഗ്രിബിൻ്റെ തൊട്ട് മുമ്പായി മരണപ്പെട്ടാൽ അവന് ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല, അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധമായിട്ടില്ല എന്നതാണ് കാരണം റമദാനിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ അവൻ ജീവിച്ചിരിപ്പില്ല. അതുപോലെ തന്നെ വലാ അലാമൻ ഉലിദ ബഅദൽ ഖുറൂബി. അസ്തമയത്തിനു ശേഷം റമദാനിൻ്റെ അവസാനത്തെ ദിവസം അസ്തമിച്ചതിനു ശേഷം ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ തൊട്ടും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല. കാരണം നിർബന്ധമാകുന്ന സമയത്ത് ആ കുഞ്ഞ് പിറന്നിട്ടില്ല, ജനിച്ചിട്ടില്ല എന്നതാണ് കാരണം. എന്നാൽ അസ്തമയത്തിന് ശേഷം ഒരാൾ മരണപ്പെട്ടാൽ അയാളെ തൊട്ട് ഫിത്ർ സക്കാത്ത് നൽകുകയും വേണം. റമദാനിൻ്റെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ഒരാൾ മരണപ്പെട്ടാൽ അയാളെ തൊട്ട് ഫിത്ർ സക്കാത്ത് നൽകണം. കാരണം നിർബന്ധമാകുന്ന സമയത്ത് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. നൽകാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് എന്നതാണ്. വതുസന്നു അൻ തുഖ്റജ യൗമൽ ഈദി ലാ ഖബ്ലഹു വഅൻ യകൂന ഇഖ്റാജുഹാ ഖബ്ല സ്വലാത്തിഹി. അവൻ പെരുന്നാൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി. നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നൽകുക എന്നതാണ് ഉത്തമം. നിസ്കാരത്തെ തൊട്ട് പിന്തിക്കാതിരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിൻ്റെ മുമ്പ് നൽകലാണ് ഉത്തമം എന്ന് പറഞ്ഞു. നിസ്കാരത്തിന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നൽകലാണ് ഉത്തമം. എന്നാൽ പെരുന്നാൾ നിസ്കാരം കഴിയാൻ കാത്തു നിൽക്കാൻ പാടില്ല. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അത് കറാഹത്തിൻ്റെ സമയമാണ്, ഹറാമാണ് എന്ന അഭിപ്രായവുമുള്ളതുകൊണ്ട് നമസ്കാരം കഴിയാൻ കാത്തു നിൽക്കരുത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിലെ തുഹ്ഫയടക്കമുള്ള ഗ്രന്ഥങ്ങൾ കർശനമായി അതിനെ താക്കീതു ചെയ്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഇത് റമദാനിൻ്റെ ആദ്യത്തിൽ തന്നെ കൊടുക്കാവുന്നതാണ്. വയജൂസു തഖ്ദീമുഹാ മിൻ അവ്വലി റമദാൻ എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചതു കാണാം. റമദാൻ ആദ്യം മുതൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, അനുവദനീയമാണ്. പെരുന്നാളിൻ്റെ ദിവസത്തെ തൊട്ട് പിന്നെ പിന്തിക്കുക എന്നുള്ളത് ഹറാമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ തന്നെ കറാഹത്താണ്, ഹറാമാണെന്നും അഭിപ്രായമുണ്ട്. എന്നാലും നൽകാവുന്നതാണ്. ഒരാൾ നൽകിയിട്ടില്ലെങ്കിൽ അയാൾ നൽകിയിരിക്കണം. എന്നാൽ പെരുന്നാളിൻ്റെ ദിവസത്തെ തൊട്ട് പിന്നെ പിന്തിക്കുക എന്നുള്ളത് ഹറാമാണ്, അനിവാര്യമായ കാരണങ്ങളില്ലെങ്കിൽ. അനിവാര്യമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാനുള്ള മുതൽ, അതിനുള്ള സമ്പത്ത് അവൻ്റെ അടുക്കലില്ലായിരുന്നു, അത് അകലെയാണ്, എത്താൻ വൈകി, അല്ലെങ്കിൽ സക്കാത്ത് സ്വീകരിക്കാനുള്ള അർഹതപ്പെട്ട അവകാശി സ്ഥലത്തില്ലായിരുന്നു, അയാൾ വരാൻ വൈകി,
ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് അനിവാര്യമായ കാരണമാണ് എന്ന് പറയാവുന്നതാണ്. ആ രീതിയിലാണെങ്കിൽ ഹറാമില്ല. ഇവരെല്ലാം സമ്പത്തും അവകാശികളും ഒക്കെ സ്ഥലത്തുണ്ടായിട്ട് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? പെരുന്നാൾ ദിവസത്തിൻ്റെ രാവും പകലും തനിക്കും തൻ്റെ ആശ്രിതർക്കും, അഥവാ തനിക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമായുള്ള തൻ്റെ ആശ്രിതർ, അവർക്കുമുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ കഴിച്ച് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അവനൊക്കെ ഫിത്ർ സക്കാത്ത് നൽകണം. അതുപോലെ തന്നെ കടമുണ്ടെങ്കിൽ ആ കടവും കഴിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിൻ്റെ സക്കാത്താണെങ്കിൽ അതിന് കടം എന്നുള്ളതൊരു തടസ്സമല്ല. പക്ഷെ ഫിത്ർ സക്കാത്ത് കടമുള്ളയാൾക്ക് ബാധ്യതയില്ല എന്നതാണ്. അതുപോലെ തന്നെ സാധാരണ ഒരാളുടെ ജീവിതത്തിൽ ഭൃത്യൻ അനിവാര്യമായി, വേലക്കാരെന്നുള്ളത് ഒരു അനിവാര്യ ഘടകമായ ആളുകൾ ഉണ്ടാകും. അവർക്ക് ആ വേലക്കാർക്കു കൂടിയുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ കഴിച്ച് പിന്നെ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിലേ ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാവുകയുള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അവകാശികളായ ആളുകൾക്കും കൊടുക്കൽ നിർബന്ധമാകുന്ന അവസ്ഥ വരും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എത്രയാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ തൊട്ട് 4 മുദ്ദുകളാണ് നൽകേണ്ടത്. അഥവാ ഒരു സാൾ എന്ന് വെച്ചാൽ കിലോ കണക്കിന് പറയുമ്പോൾ ഏകദേശം ഒരു 2.25 കിലോ എന്ന് പറയാവുന്നതാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ച നിർബന്ധമാകുന്ന സമയത്ത് ഒരാൾക്ക് ഇതിന് കഴിവില്ല എങ്കിൽ അയാൾക്ക് നിർബന്ധമില്ല. അയാൾ പിന്നീട് റമദാനിൻ്റെ അവസാനത്തെ നിമിഷവും ശവ്വാലിൻ്റെ ആദ്യ നിമിഷവും സംഗമിക്കുമ്പോഴാണ് നിർബന്ധമാകുന്ന സമയമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരാൾക്ക് ഈ പറഞ്ഞ വിഹിതം നൽകാൻ അയാൾക്ക് സാമ്പത്തിക കഴിവില്ലെങ്കിൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. എന്നാൽ അതിൻ്റെ ശേഷം പിന്നീട് അയാൾക്ക് സമ്പത്ത് കിട്ടി, അന്ന് തന്നെ രാത്രി തന്നെ അയാൾക്ക് നൽകാനുള്ള സാമ്പത്തിക സൗകര്യമുണ്ടായാൽ പോലും അയാൾക്ക് നിർബന്ധമില്ല. കാരണം സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അയാൾ അതിന് അർഹനല്ലായിരുന്നു, അഥവാ അയാൾക്ക് പ്രാപ്തിയില്ലായിരുന്നു എന്നതാണ് കാരണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫിത്ർ സക്കാത്തിൻ്റെ വില നൽകിയാൽ മതിയാകില്ല എന്നതാണ്. ഭക്ഷണ സാധ്യം നാട്ടിലെ ഏറ്റവും പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അരി, ഗോതമ്പ് ഇവയിലേതാണെങ്കിൽ അതാണ് നൽകേണ്ടത്. നാട്ടിലെ പ്രധാന ഭക്ഷണത്തിൽ നിന്നാണ് നൽകേണ്ടത്. വില നൽകിയാൽ മതിയാകില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഒന്നുകിൽ അവകാശിക്ക് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആ വിഹിതം മാറ്റിവെക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം. സക്കാത്ത് കൊടുക്കാൻ 3 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ കൊടുക്കൽ നിർബന്ധമായ വ്യക്തി അവകാശികൾക്ക് നേരിട്ട് നൽകുക, അല്ലെങ്കിൽ രാജ്യത്തെ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യമാണെങ്കിൽ അവിടെ ഭരണാധികാരിക്കോ ഭരണാധികാരിയുടെ പ്രതിനിധിക്കോ നൽകുക, അതുമല്ലെങ്കിൽ തൻ്റെ സക്കാത്ത് അവകാശികൾക്ക് നൽകാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കുക എന്നീ 3 മാർഗങ്ങളാണ് സക്കാത്ത് കൊടുക്കാനുള്ളത്. സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെ എന്ന് സൂറത്തു തൗബയിലെ 60-ാമത് സൂക്തം കൃത്യമായി പറയുന്നുണ്ട്. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വൽ ഗാരിമീന എന്ന് തുടങ്ങുന്ന വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ഈ സൂക്തത്തിൽ 8 വിഭാഗം അവകാശികളെ പറയുന്നുണ്ട്. അതിൽ തൻ്റെ പ്രദേശത്ത് ആരൊക്കെയാണോ ഉള്ളത് അവരിൽ അവകാശികളെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി. ഓരോ വിഭാഗത്തിലും 3 വീതം ആളുകൾക്ക്, അഥവാ 3 ഫക്കീർ, 3 മിസ്കീൻ, 3 മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നിങ്ങനെ
ഓരോ വിഭാഗത്തിലെയും 3 പേർക്ക് നൽകാൻ സാധിച്ചാൽ അത് അത്രയും നല്ലത്. ഇതൊന്നുമില്ലെങ്കിലും ഇനി ഒരാൾക്ക് നൽകിയാലും ശരിയാകും എന്നതാണ്, അവൻ്റെ സക്കാത്ത് വീടും എന്നതാണ് പ്രബലമായ മതം. അപ്പോൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിന് ഒരു ദിവസം 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് 100-200 ഒക്കെ ഉള്ളൂ വരുമാനം, അയാളാണ് ഫക്കീർ എന്ന് പറയുന്നത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ 1000 രൂപ നിത്യച്ചെലവിന് ആവശ്യമുള്ളയാൾക്ക് ഒരു 800 രൂപയൊക്കെ കിട്ടും. ഇതൊക്കെ ഏകദേശം പറയുന്നതാണ്, അയാൾ മിസ്കീനാണ്. പിന്നെ ആമിലീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഭരണാധികാരി സക്കാത്തിന്റെ മുതൽ പിരിച്ചെടുക്കാനും വിതരണം ചെയ്യാനും ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അത് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്ത് മാത്രമുള്ളതാണ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്ന, ഇതര മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. ഒഫിർ റിഖാബ് എന്ന് പറഞ്ഞത് അടിമത്വമോചനത്തിന് വേണ്ടി അടിമത്വമോചന പത്രം എഴുതി പണമില്ലാതെ കാത്തിരിക്കുന്ന ആളുകളാണ്. വൽ ഗാരിമീൻ എന്ന് പറഞ്ഞത് കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണ്. വീട് വെക്കാൻ കടം വാങ്ങി, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് വേണ്ടി കടം വാങ്ങി, ഇങ്ങനെ അനുവദിക്കപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി കടം വാങ്ങി കുടുങ്ങി നിൽക്കുന്ന ആളുകൾ. ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പട്ടാളക്കാരാണ്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ യാത്രക്കാരാണ്. യാത്രക്കാർ അവർക്ക് ചെന്നുചേരാനുള്ള പ്രദേശത്തേക്ക് പോകാനുള്ള വഴിച്ചെലവിന് ആവശ്യമായ തുക കയ്യിലില്ലെങ്കിൽ അവർക്ക് സക്കാത്ത് വാങ്ങൽ അനുവദനീയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നൽകേണ്ട രീതി. കൂടുതൽ വ്യവസ്ഥാപിതമായി അല്ലെങ്കിൽ ഫലപ്രദമായി സക്കാത്ത് നൽകുന്നതിന് വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ മഹല്ലത്തിലും 1, 2, 3 ആളുകളെയൊക്കെ ഓരോ സക്കാത്ത് കൊടുക്കാനുള്ള ഓരോ വ്യക്തികളും ഈ മഹല്ലത്തിലെ പ്രധാനപ്പെട്ട 1, 2 ആളുകളെ വക്കാലത്താക്കാവുന്നതാണ്. അവരെ ഏൽപ്പിച്ച് അവർ മഹല്ലത്തിലെ മൊത്തം കണക്കെടുപ്പ് നടത്തുകയും അവിടെയൊക്കെയുള്ള അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി നാട്ടിൽ സക്കാത്ത് കൊടുക്കുന്നവരുടെ സമ്പത്ത് വക്കാലത്ത് മുഖേന സ്വീകരിച്ചുകൊണ്ട് ആവശ്യമായ രീതിയിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. എന്നാൽ പിന്നെ കമ്മിറ്റി സക്കാത്ത് നൽകാൻ വേണ്ടിയുള്ള സംഘടനകളുണ്ട്, അവരെ ഏൽപ്പിച്ചുകൂടെ എന്ന ഒരു ചോദ്യം ഒരു പക്ഷേ വന്നേക്കാം. അത് പറ്റില്ല. കാരണം സക്കാത്ത് കൊടുക്കാൻ നമ്മൾ പറഞ്ഞ 3 മാർഗങ്ങളിൽ കമ്മിറ്റി എന്ന ഒരു മാർഗം ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പം മുകളിൽ സൂചിപ്പിച്ചത് വക്കാലത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ മാർഗങ്ങളിലൂടെ ഈ പറഞ്ഞ രൂപത്തിൽ മാത്രമേ സക്കാത്ത് നൽകിയാൽ അത് സാധുവാവുകയുള്ളൂ. അള്ളാഹു ഈ പരിശുദ്ധമായ കർമ്മത്തെ, ഈ ഒരു ആരാധനാ കർമ്മത്തെ, പൂർണ്ണമായ ഒരു ആരാധനാ കർമ്മം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഒരു കടമ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.